ചരിത്രവും ഐതിഹ്യവും ഒരുപാടുള്ള നാടാണ് കുറവിലങ്ങാട്. പ്രത്യേകിച്ചും ക്രിസ്തുമത വിശ്വാസികൾക്കിടയിൽ പ്രത്യേക സ്ഥാനം തന്നെ ഈ നാടിനുണ്ട്. ലോകത്തിൽ ആദ്യമായി മാതാവ് പ്രത്യക്ഷപ്പെട്ടു എന്ന് വിശ്വസിക്കുന്ന കുറവിലങ്ങാട് പള്ളി കേരളത്തിലെ ക്രൈസ്തവ വിശ്വാസികളുടെ പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ്. കേരളത്തിൽ തോമാശ്ലീഹ സ്ഥാപിച്ച 7 പള്ളികൾ കഴിഞ്ഞാൽ ഏറ്റവും അധികം പ്രശസ്തമായിരിക്കുന്ന ദേവാലയമാണ് കോട്ടയം ജില്ലയിലെ കുറവിലങ്ങാട് സ്ഥിതി ചെയ്യുന്ന കുറവിലങ്ങാട് മർത്താ മറിയം ഫൊറാന ദേവാലയം. കേരളത്തിൽ അറിയപ്പെടുന്ന മരിയൻ തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് ഈ ദേവാലയം. വിശ്വാസങ്ങളുടെയും കഥകളുടെയും കാര്യത്തിൽ സമ്പന്നമാണ് ഈ ദേവാലയം. ലോകത്തിൽ ആദ്യമായി മാതാവ് പ്രത്യക്ഷപ്പെട്ടത് ഇവിടെയാണ്. ആടുകളെ മേയിച്ചുകൊണ്ടിരുന്ന ബാലന്മാർക്ക് മുന്നിൽ ഒരു വൃത്തിയുടെ വേഷത്തിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടുവെന്നും അവർക്ക് അപ്പം നൽകിയെന്നുമാണ് കഥ. കൂടാതെ ദാഹം ശമിപ്പിക്കുവാൻ ഒരു ഉറവയും കാണിച്ചു കൊടുത്തു. അങ്ങനെ വിശപ്പും ദാഹവും മാറി തിരിച്ച് വീട്ടിലെത്തിയ കുട്ടികൾ ഈ സംഭവം വീട്ടിൽ അറിയിക്കുകയും ചെയ്തു. പിന്നീട് മാതാപിതാക്കളെയും കൂട്ടി കുട്ടികൾ ഇവിടെ എത്തിയപ്പോൾ തോളിൽ കുരിശും ചുമന്ന് നിൽക്കുന്ന ഉണ്ണിയേശുവിനെ കൈകളിലേന്തിയ രൂപവുമായി മാതാവ് വീണ്ടും അവർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടുവെന്നാണ് ഇവിടുത്തെ വിശ്വാസം. അന്ന് കാണിച്ചു കൊടുത്ത നീരുറവയ്ക്ക് മുന്നിൽ ഒരു ദേവാലയം നിർമ്മിക്കുവാൻ മാതാവ് ആവശ്യപ്പെട്ടിരുന്നു. അങ്ങനെയാണ് ഇന്ന് കാണുന്ന ഈ ദേവാലയം ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. വിശുദ്ധ ലൂക്കാസ് സുവിശേഷകൻ വരച്ച ചിത്രത്തിൻ്റെ തനി പകർപ്പാണിത്. വിശുദ്ധ തോമാശ്ലീഹ, വിശുദ്ധ സെബസ്ത്യാനോസ് എന്നിവരുടെയും ആധുനിക കാലത്ത് പള്ളി സ്വന്തമാക്കിയ വിശുദ്ധ അൽഫോൻസാമ, വിശുദ്ധ ചാവറേച്ചൻ എന്നിവരുടെയും തിരുശേഷിപ്പുകൾക്ക് പുറമെ പരമ്പരാഗതമായി പള്ളിക്ക് ലഭിച്ച ഏതാനും പുണ്യാത്മാക്കളുടെ തിരുശേഷിപ്പുകളും കണ്ണാടി രൂപങ്ങളും ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നു. ഈ കാണുന്ന ചെയർ സീറോ മലബാർ തലവൻ്റെ സ്ഥായിക സിംഹാസനമാണ്. കുറവിലങ്ങാട് മുത്തിയമ്മ പ്രത്യക്ഷപ്പെട്ട് ദേവാലയ സ്ഥാപനത്തിന് നിർദ്ദേശം നൽകുന്ന ചിത്രമാണ് ഈ മുകളിൽ സ്ഥാപിച്ചിരിക്കുന്നത്. 35 അടി നീളവും 20 അടി വീതിയുമാണിതിന്. ഇവിടെ 2 ഗ്രോട്ടോകളാണുള്ളത്. ഒന്ന് തിരുക്കുടുംബ ഗ്രോട്ടോയും പിന്നെ മാതാവിൻ്റെ ഗ്രോട്ടോയും. ഈ കാണുന്നത് കുറവിലങ്ങാട് മുത്തിയമ്മ പ്രത്യക്ഷപ്പെട്ട് ദേവാലയം സ്ഥാപിക്കുന്നതിനുള്ള സ്ഥലം ചൂണ്ടിക്കാണിക്കുന്ന ചിത്രമാണിത്. അടുത്തത് മാതാവിൻ്റെ ഗ്രോട്ടോയാണ്. അതിനടുത്ത് കാണുന്നത് ഇതാണ് അത്ഭുത നീരുറവ. എത്ര കടുത്ത വേനലിലും ഇന്നും വറ്റാതെ നിൽക്കുന്ന ഇവിടുത്തെ കിണറിന് പള്ളിയുടെ ചരിത്രത്തോളം തന്നെ പഴക്കമുണ്ട്. ഈ ഉറവിൽ നിന്ന് ജലം നുകരുന്നതിലൂടെ ആത്മീക ശാരീരിക സൗഖ്യവും ഉദ്ദിഷ്ട കാര്യസാധ്യവും ലഭിക്കുന്നതായി അനേകായിരങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു. കിണറിന് പ്രദക്ഷിണം വയ്ക്കുന്നതും നീന്തുന്നതും ഉദ്ദിഷ്ടകാര്യം സാധിക്കുന്നു. ഉയർന്ന ഒരു പ്രദേശത്ത് ചെറിയ താഴ്ചയിൽ വറ്റാത്ത വെള്ളമുള്ള ഈ ഉറവ ഇന്നും ഒരു അത്ഭുതമാണ്. ഈ പൈപ്പിൽ നിന്നുമാണ് എല്ലാവരും വെള്ളം കുടിക്കുന്നത്. ഒറ്റ മതിൽക്കെട്ടിനുള്ളിൽ കാണുന്ന 3 ദേവാലയങ്ങളാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. വലിയ പള്ളി എന്നറിയപ്പെടുന്ന ഇടവക പള്ളിയാണ് അതിൽ പ്രധാനപ്പെട്ടത്. പലതവണ പുതുക്കിപ്പണിത് ഈ ദേവാലയം ഇന്ന് കാണുന്ന രീതിയിലായത് 1960കളിലാണ്. പള്ളിയുടെ മണിമാളികയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ചെറിയ പള്ളി സെബസ്ത്യാനോസിൻ്റെ നാമത്തിലുള്ളതാണ്. അടുത്തത് യൗസേപ്പിതാവിൻ്റെ നാമത്തിലുള്ള ഒരു ചെറിയ കപ്പേളയാണ്. മാർത്തോമാ നസ്രാണികളുടെ ആദ്യ സ്വദേശി മെത്രാനായിരുന്ന പറമ്പിൽ ചാണ്ടി മെത്രാൻ്റെ സ്വകാര്യ പ്രാർത്ഥനാലയമായിരുന്നു ഈ ദേവാലയം. വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ നാമധേയത്തിലുള്ള ഈ ദേവാലയത്തെ ചെറിയ പള്ളി എന്നാണ് വിളിക്കുന്നത്. മദ്ബഹായിൽ സ്ഥാപിച്ചിരിക്കുന്ന വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുസ്വരൂപത്തിൻ്റെ ഹൃദയഭാഗത്ത് വിശുദ്ധൻ്റെ തിരുശേഷിപ്പ് സൂക്ഷിച്ചിരിക്കുന്നു. പച്ചിലക്കൂട്ടുകൾ കൊണ്ടുള്ള പുരാതനവും അതിമനോഹരവുമായ ചുമർ ചിത്രങ്ങൾ മദ്ബഹായുടെ മുകളിൽ കാണാനാവും. അനേകായിരങ്ങൾക്ക് ആശ്വാസം പകരുന്ന അത്ഭുത സിദ്ധിയുള്ള തിരുസ്വരൂപത്തിന് മുമ്പിൽ കഴുന്നെഴുന്നള്ളിക്കുക, എണ്ണവിളക്ക് തെളിയിക്കുക, മെഴുകുതിരി തെളിയിക്കുക എന്നിവ പ്രധാന നേർച്ചകളാണ്. നാനാജാതി മതസ്ഥരായവർ നോമ്പ് നോറ്റ് ഭജനയിരിക്കുന്നതും ഇവിടുത്തെ നേർച്ചയാണ്. കുറവിലങ്ങാട് ചെറിയ പള്ളിയുടെ തെക്ക് വശത്തായാണ് പ്രശസ്തമായ മണിമാളിക സ്ഥിതി ചെയ്യുന്നത്. 1910 നിർമ്മിച്ച ഈ മണിമാളികയിൽ 3 കൂറ്റൻ മണികളാണുള്ളത്. 1911 ജർമ്മനിയിലെ ഹാംബൂർഗിൽ നിന്നുമാണ് ഈ മണികൾ ഇവിടെ എത്തിച്ചത്. 4 മണികളാണ് കൊണ്ടുവന്നിരുന്നത്. എങ്കിലും അതിലൊന്ന് യാത്രക്കിടെ കടലിൽ നഷ്ടപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത്. ഈ മണികൾ സപ്തസ്വരങ്ങൾ വായിക്കുമെന്നും ഒരു വിശ്വാസമുണ്ട്. കേരളത്തിലെ ഒറ്റക്കല്ലിൽ തീർത്ത ഏറ്റവും വലിയ കൽക്കുരിശാണിത്. AD 157 നിർമ്മാണം പൂർത്തിയാക്കിയെന്ന് കരുതുന്ന ഈ കൽക്കുരിശിന് മാത്രം 48 അടി ഉയരമുണ്ട്. ഇതിൻ്റെ കരിങ്കൽ തറയിൽ യേശുവിൻ്റെ ശരീരം വഹിച്ചുകൊണ്ടുള്ള കുരിശും പെലിക്കൻ പക്ഷിയെയും മുന്തിരിക്കുലകളെയും കൊത്തിവെച്ചിട്ടുണ്ട്. ചുറ്റുവിളക്ക് കത്തിക്കുന്നതാണ് ഇവിടുത്തെ പ്രധാന നേർച്ച.
ഇതാണ് കുറവിലങ്ങാട് പള്ളിയിലെ പ്രസിദ്ധമായ മ്യൂസിയം. ഇവിടെ ആദ്യകാലങ്ങളിൽ കുർബാനയ്ക്കും ആരാധനയ്ക്കും മറ്റും ഉപയോഗിച്ചിരുന്ന വസ്തുക്കളും കൂടാതെ താളിയോല ഗ്രന്ഥങ്ങളും പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന വസ്തുക്കളും മറ്റും കാണാൻ സാധിക്കും. ഇതാണ് പ്രസംഗവേദി. അതിൽ ഒരു കോണിയുണ്ട്, അതുവഴിയാണ് കയറിക്കൊണ്ടിരുന്നത്. ഇത് ചിരവ അത് നൂർത്തിയിട്ടാൽ 8 പേർക്ക് ഒരുമിച്ചിരുന്ന് ചിരണ്ടാൻ പറ്റുന്ന തരത്തിലുള്ള ചിരവ. ഇതാണ് നിക്ഷേപമുറി. തിരുശേഷിപ്പുകളും സ്വർണ്ണക്കുരിശും മറ്റ് വിലയേറിയ സാധനങ്ങളൊക്കെ സൂക്ഷിച്ചിരുന്ന നിക്ഷേപമുറി. ആണ് പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന താളിയോലകൾ. ഇവിടെയാണ് പ്രസിദ്ധമായ കപ്പൽ പ്രദക്ഷിണത്തിന് ഉപയോഗിച്ചിരിക്കുന്ന കപ്പൽ സൂക്ഷിച്ചിരിക്കുന്നത്. വിശുദ്ധ തോമാശ്ലീഹ മാമോദീസ നൽകി കേരളത്തിൽ ക്രിസ്തുമതം ആരംഭിച്ചത് കുറവിലങ്ങാടാണെന്നാണ് വിശ്വാസം. അതിൻ്റെ ഒരു ദൃശ്യാവിഷ്കാരമാണ് ഇവിടെ കാണുന്നത്. ഈ വീഡിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.